100% ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി. വിശ്വസ്തത, അതാണ് ഞങ്ങളുടെ മുഖമുദ്ര. അയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. നീണ്ട ഇടവേളയ്ക്ക് ശേഷം നിലമ്പൂർ നഗരസഭ വൈദ്യുതി ശ്മശാനം പ്രവർത്തനക്ഷമമായി. നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റു പല ഇപ്പോൾ ഒരു വാഹനം നമുക്ക് കേട് വന്നാലും നമുക്ക് ഏത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് നമുക്ക് നന്നാക്കാൻ പറ്റും. പക്ഷേ ഇത്തരത്തിലുള്ള ക്രിമിറ്റോറിയങ്ങളിലൊക്കെ തന്നെ ഇത് ജോലി എടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ AMC എടുക്കുന്ന ആളുകൾ കേരളത്തിൽ തന്നെ 2-3 ഗ്രൂപ്പുകളുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്രിമിറ്റോറിയങ്ങൾക്ക് വല്ല കേടുപാടുകളും സംഭവിച്ചാൽ നമ്മുടെ റീച്ചിൽ നിന്ന് എത്രയോ അകലെയാണ്. കാരണം അവരെ കൊണ്ടുവന്നത് കാണിച്ച് അവർക്കിത് കൊട്ടേഷൻ കൊടുത്ത് അല്ലെങ്കിൽ ഈ ടെൻഡർ വഴിയൊക്കെ വിളിച്ച് വരുമ്പോൾ അതിന് ധാരാളം സമയമെടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് കേരളത്തിലുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് 5-6 മാസം വൈകാനുണ്ടായ കാരണം. തകരാറ് കാരണം മാസങ്ങളായി പ്രവർത്തിക്കാതെ കിടന്നിരുന്ന നിലമ്പൂർ നഗരസഭയുടെ വൈദ്യുതി ശ്മശാനമാണ് തകരാറുകൾ പരിഹരിച്ച് പ്രവർത്തനക്ഷമമാക്കിയത്. ചടങ്ങിൽ നഗരസഭാ ഉപാധ്യക്ഷ അരുബ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കക്കാട് റഹീം, സ്കറിയ ക്നാൻതോപ്പിൽ, സൈജിമോൾ, ശബരീഷൻ പൊറ്റക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. ഏകദേശം 7 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിലവിൽ തകരാറായി കിടന്നിരുന്ന ക്രിമിറ്റോറിയത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി പ്രവർത്തനക്ഷമമാക്കിയതെന്ന് നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞു. ഇത്തരം യൂണിറ്റുകളുടെ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടക്കുന്ന ഏജൻസികൾ കേരളത്തിൽ കുറവായതിനാലാണ് തകരാർ പരിഹരിക്കാൻ കാലതാമസം നേരിട്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്തരത്തിലുള്ള ഒരു യൂണിറ്റ് തകരാറാവുമ്പോൾ പ്രവർത്തിക്കാൻ മറ്റൊരു യൂണിറ്റിന്റെ പ്രവർത്തനം കൂടി ഉടൻ തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. 20 ലക്ഷം രൂപയാണ് പുതിയ യൂണിറ്റിന് ചെലവ് പ്രതീക്ഷിക്കുന്നത്. നിലമ്പൂരിൽ മാസങ്ങളായി ക്രിമിറ്റോറിയം തകരാറായതിനാൽ മറ്റു പഞ്ചായത്തുകളിലെ ക്രിമിറ്റോറിയങ്ങളും പൊതുശ്മശാനങ്ങളുമാണ് നഗരസഭാവാസികൾ ഉപയോഗിച്ചിരുന്നത്. ഇത് വലിയ ദുരിതമാണ് പൊതുജനങ്ങൾക്കുണ്ടാക്കിയിരുന്നത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Real fruit power, real juices from Dabur.